ശിവായ നമസ്കാരം. ശ്രീ ജ്യോത്സ്യൻ KG അയ്യപ്പൻ, ശ്രീ മൂകാംബ ജ്യോതിഷാലയം, നാരായണമംഗലം, കൊടുങ്ങല്ലൂർ. 1201 ആണ്ടിലെ മിഥുനക്കൂറുക മകേരത്തിലയും തിരുവാതിരം പുറത്തിനും അദ്ദേഹം 3 പാദവും അടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ ഫലങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ 2025 ഒക്ടോബർ 18 ഒരു വ്യാഴം ജന്മത്തിലും അതിനുമേൽ 2-ലും, ഡിസംബർ 5-ന് ശേഷം വ്യാഴം ജന്മത്തിലും, 2026 ജൂൺ 1-ന് ശേഷം വീണ്ടും 2-ലും, ശനി 10-ലും, രാഹു 9-ലും, കേതു 3-ലും ഈ വർഷം സാമാന്യ ഗുണദോഷ ഫലങ്ങളിൽ വ്യാഴത്തിൻ്റെ ജന്മവ്യാഴ ദോഷങ്ങൾ ഒഴിച്ചാൽ വലിയ ദോഷമില്ലാത്തൊരു കാലമാണെന്ന് പറയാം. വിദ്യാഗുണങ്ങളും അഭിഷ്ടസിദ്ധികളും ദാമ്പത്യസുഖവും ഗൃഹപുഷ്ടിയും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഗുണപരമായ കാര്യങ്ങളും, 9-ലെ രാഹു നൂതന കർമ്മങ്ങൾക്കും, 10-ലെ ശനി കർമ്മസ്ഥാനത്ത് സ്ഥിരതക്കുറവും എന്നീ ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായി വരാം. ഹൃദയരോഗങ്ങളും ഹൃദയത്തിനോട് ബന്ധപ്പെട്ട അസുഖങ്ങളുള്ള വ്യക്തികൾ ഈ 10-ൽ നിൽക്കുന്ന ശനിയുടെ കാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 10-ൽ ശനി ഹൃദ്രോഗത്തിനും കർമ്മതടസ്സങ്ങൾക്കും കാരണമാകുമെന്ന് പറയുന്നു. സൂര്യചാരവശാൽ ചിങ്ങമാസത്തിൽ കീർത്തിയും മനസുഖവും ധനലാഭവും നിവൃത്തികാര്യങ്ങളും, കന്നിമാസത്തിൽ മാതൃജനാരിഷ്ടതയും രോഗാരിഷ്ടതകളും കുടുംബപരമായി ബുദ്ധിമുട്ടുകളും ദുഷ്കീർത്തിയും, തുലാമാസത്തിൽ രോഗവർദ്ധനയും മാനസിക സംഘർഷങ്ങളും ഉദരവ്യാധികളും, വൃശ്ചികമാസത്തിൽ വ്യവഹാരങ്ങളിൽ വിജയവും ശത്രുജയവും ധൈര്യവും ധനലാഭങ്ങളും കർമ്മങ്ങളും, ധനുമാസത്തിൽ ദൂരദേശയാത്രകളും ഉദരാമയങ്ങളും ദാമ്പത്യക്ലേശങ്ങളും അപവാദങ്ങളും, മകരമാസത്തിൽ ദേഹാരിഷ്ടതകളും അഗ്നിവീതിയും രോഗാവസ്ഥകളും, കുംഭമാസത്തിൽ പതനഭയവും വാഹനാപകടങ്ങളും അപഖ്യാതികളും അപകടങ്ങളും ധനനഷ്ടങ്ങളും, മീനമാസത്തിൽ കർമ്മഗുണങ്ങളും സ്ഥാനപദവിയും നിവൃത്തികാര്യങ്ങളും, മേടമാസത്തിൽ വസ്തുവാഹന ലാഭങ്ങളും കാര്യവിജയവും നിവൃത്തി കാര്യങ്ങൾക്ക് ഗുണഫലങ്ങളും, ഇടവമാസത്തിൽ ധനക്ലേശവും കാര്യതടസ്സങ്ങളും, മിഥുനമാസത്തിൽ പലവിധത്തിലുള്ള കാര്യതടസ്സങ്ങളും സുഖഹീനതയും, കർക്കിടമാസത്തിൽ ദുഃഖവും ധനനഷ്ടവും അപഖ്യാദികൾക്കും എന്നീ ഫലങ്ങൾക്ക് യോഗം കാണുന്നു. നമസ്കാരം.